കേക്കാം 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 കേക്കാം. ഇപ്പൊ കേല്ലേ? ഓക്കെ 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 ഓക്കെ. ആ മൊയിലു പുള്ളി വന്നേ. ആ അവിടുത്തെ മൊത്തം ഇത് മാറിയടാ. ലോകം അത് ബഗ്ഗായി അത് ബഗ്ഗായി അത് ബഗ്ഗായി. കൊച്ചിനെ ഒന്ന് ഇതാക്കട ഐഡിയടാ. ഒരാളെ ഹലോ ഹലോ പുറത്തുനിന്ന് കണ്ടിട്ട് അകത്തോട്ട്. ഇപ്പൊ കുറച്ചുകൂടെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആ സാധനം മാറി കഴിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കണ്ട പുതിയതിന് കുറച്ച് സിമ്പിൾ ആയിട്ട്. ഇപ്പൊ എല്ലാരും ഇങ്ങനെയാടാ ചെയ്യുന്നത്, അതാണ് നല്ലതാടാ, സിമ്പിൾ ആയിട്ട്. പണ്ടായിരുന്നു നേരത്തെ ഈ എക്സ്ട്രാ ഇതൊന്നും ലോഡ് ആവൂല നമുക്ക്. വെള്ളച്ചാട്ടം കടലിൽ നിന്ന് വെള്ളച്ചാട്ടം എടുത്താ നിങ്ങള്? ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം. ഇത് കപ്പിൾ സ്പോട്ട് ആവും തോന്നുന്നു. ടിവിയിൽ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് അടിച്ചു ഓടിക്കണം കേട്ടോ. ഇവിടെ ഇവിടെ ഇരുത്തരുത്, മിക്കവാറും കപ്പിൾ സ്പോട്ട് ആവുന്നത്. പിന്നെ കാറിലൊക്കെ പിന്നെ കപ്പിൾസ് ഉള്ളതുകൊണ്ട് പിന്നെ കാറിലൊക്കെ പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് വേണം ഇങ്ങനെ. പിന്നെ ഇല്ല, നിനക്കൊക്കെ ഞാൻ വീട്ടിൽ ഒയോയും കൂടെ പണിയാം നമ്മുടെ ക്യാമ്പസ് വരുമ്പോ. നമുക്ക് ഇത് മരൊക്കെ വെക്കാ സിമ്പിൾ ആയില്ലേ. MRC ഗ്യാങ്സിന്റെ 144 PO അങ്ങനെ തോന്നിയില്ല ബ്രോ എനിക്ക്. MRC ഗ്യാങ്സ് എന്ന് പറഞ്ഞാൽ മറ്റേ അറബി കൾച്ചർ പോലത്തെ അങ്ങനത്തെ ഒരു സാധനം പോലെ, ഒരു പഞ്ചായത്ത് പോലെ പണിത് വെച്ചിരിക്കുന്ന ഗ്യാങ്സ് ആണ് അത്. പക്ഷെ കുറച്ച് ഇതാണ് അത്, അതുമായിട്ടൊരു സിമിലാരിറ്റി തോന്നിയില്ല. അല്ല ഞാൻ പറഞ്ഞത് കുറച്ച് വൈഡർ ഏരിയ എന്ന് ഉദ്ദേശിച്ചാ കളിയാക്കാൻ പറഞ്ഞല്ലേ. ഇനി അത് ആ സെൻസിൽ എടുക്കല്ലേ. കുളമാണ് സ്കൂളല്ല. ഇപ്പൊ എല്ലാരും എങ്ങനെയാ ചെയ്യുന്നത്? ഇപ്പൊ എല്ലാരും കുറച്ച് എന്താ പറയാ സിമ്പിൾ ആക്കാനാണ് നോക്കുന്നത്. കാരണം MRCയുടെ ഗ്യാങ്സിന് ഭയങ്കര പേഴ്സണലി എനിക്കൊരു ഗ്യാങ്സ് കൊണ്ടുവരുമ്പോൾ എനിക്ക് അത്രയും വലുപ്പമുള്ള ഗ്യാങ്സ് കൊണ്ടുവരാൻ താല്പര്യമില്ല. കാരണം അത് കുറച്ച് വലുപ്പമുള്ളതാ എന്ന് വെച്ചാൽ അത് ഞാനിത് കളിയാക്കുമെന്നല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് GTA ഓഡിയൻസ് നിങ്ങൾ പുതിയതായിട്ട് വന്നുകൊണ്ട് പറയുവാണ് ഞാൻ. അതായത് MRCയുടെ ഗ്യാങ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് അതിനകത്ത് കുറച്ച് ഒരുപാട് വൈഡറായിട്ടുള്ള വലിയ ഇതുണ്ട്. കാരണം അത് കുറച്ച് ദൂരത്തു നിന്നൊക്കെ നോക്കുമ്പോൾ റെൻഡർ ആവാതിരിക്കുക, ലോഡ് ആവാതിരിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ അത് ലുക്ക് വൈസ് ആ ഒരു അറബിക് കൾച്ചർ പോലത്തെ അങ്ങനത്തെ ഒരു സാധനത്തിൽ പണിതേക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ ടിവിയുടെ ഗ്യാങ്സ് ഫ്രണ്ടിൽ അത്രയും ചെറുത് പോലെയാണ് ഫീൽ ചെയ്യണം. ഭയങ്കര ചെറുതാണ് കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് രണ്ടിൻ്റെ ഫയൽ വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ പണിയുന്നതും അല്ലാതെ ഈ മറ്റേ റെഡിമെയ്ഡ് ഇത് ടിവിയുടെ ഗ്യാങ്സ് പണ്ടത്തെ ഒരു ഫയലാണ് കൈസ്. അതൊരു പണ്ടത്തെ എന്താ ഇതിന് പറയുന്നത്, നമ്മൾ ഈ വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പണ്ടത്തെ ആരോ ഒരു നല്ല അപ്പൊ നമ്മുടെ ടിവിയുടെ ഗ്യാങ്സിന്റെ ഫയലിന്റെ പേരെന്തോ? ടിവിയുടെ ഗ്യാങ്സിന്റെ ഫയലിന്റെ പേര് മാലിബ്യൂ മാൻഷൻ അല്ലേ? മാലിബ്യൂ മാൻഷൻ ആണോ? മാലിബ്യൂ അല്ലേ? ആ മാലിബ്യൂ മാൻഷൻ ആണല്ലേ. അത് ഭയങ്കര നമ്മുടെ ആ ഗ്യാങ്സ് ശരിക്കും പറഞ്ഞാൽ അന്ന് അത് മറ്റേ ഭയങ്കര തിരിച്ചു വരാൻ പറ്റില്ല ഇനി ഇങ്ങോട്ട് മനസ്സിലാ മാലിബ്യൂ മാൻഷൻ. അത് അങ്ങനത്തെ ഒരു സാധനമാണ്. അത് ഭയങ്കര അതപ്പോ അതൊരു കോമൺ ഫയൽ അല്ലായിരുന്നു ആ സമയത്ത്? കോമൺ ഫയൽ ആയിരുന്നു. അങ്ങനത്തെ ഒരു കോമൺ ഫയല് ഭയങ്കരമായിട്ട് അവൈലബിൾ ആയിട്ടിരുന്ന സാധനത്തിന് ഐഡന്റിറ്റി കൊടുത്തത് നമ്മളാണ്. മനസ്സിലായേ? എന്നുവെച്ചാൽ ഞങ്ങള് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. ഹലോ കേക്കാം വരുന്നത് സാറാണോ? ഓ സാർ പെട്ടെന്ന് സൗണ്ട് മനസ്സിലായില്ല. അല്ല ഇത് വാസവനെ എനിക്ക് തോന്നുന്നു ഇവർക്ക് എല്ലാവർക്കും കൂടെ ചൊല്ലാൻ എളുപ്പമാക്കാൻ വേണ്ടി. അതെ ഇവിടെ എല്ലാവർക്കും കപ്പിൾസ് അല്ലേ അപ്പാ. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും കയറാനുള്ള എൻട്രൻസ് കൊടുക്കണം. കൊള്ളാം, സ്പോട്ടൊക്കെ കൊള്ളാം, ഇഷ്ടപ്പെട്ട്. ഇനിയിപ്പോ കപ്പിൾ സ്പോട്ട് തമ്മിൽ പോകണ്ട. ഇവിടുന്ന് വരാം, ഈ സൈഡിൽ നിന്ന് വരാം. ലോക്കിട്ട നന്നായി അല്ലേ? നാട്ടുകാർ മൊത്തം വരും കേട്ടാ. ട്രിയോസ് ഒക്കെ
MRC കോപ്പിയാ Get in. ഇത് എന്റേതല്ല. എനിക്കതിൽ അഭിപ്രായം പറയാനും താല്പര്യമില്ല. ചില്ലാവ് നടത്തി വെച്ചേക്കുമല്ലേ RP സ്പോട്ട് ഇപ്പൊ കളി വീടാവുന്നു. റേഞ്ച് മേറ്റ് ആണാ. മനസ്സിലായി. ഇതിന്റെ മുകളിലോട്ട് നോക്ക്. ഓ അതുവഴി കേറി. ഓ ഇവിടുന്ന് ഗ്യാങ് ഹൗസിന്ന് ഇവർക്ക് വന്ന് ഇറങ്ങണതാ കണ്ടാ. എന്റെ ഇന്റർനെറ്റ് ആയിട്ട് വലിച്ചിട്ടാ തോന്നട്ടാ ഇവനെവിടെ പോവാന്ന്. കേറിയായിരുന്നില്ല. കുറച്ച് കുറെ ആൾക്കാർ കേറാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ഊഞ്ഞാല് തീ എല്ലാം ഉണ്ട് കേട്ടാ. അവര് റിവീൽ ചെയ്ത് അണ്ണ ചെയ്യോ? അത് റിവീൽ ആവില്ലടാ ഓൾറെഡി. കാർലോ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുവല്ലേ. ഒരു കല്യാണം വരുന്നുണ്ടേ അതാ. കൂടുതൽ വ്യൂ വിഷയല്ലേ. നൈസ് വ്യൂ. കൊള്ളാം ഇഷ്ടപ്പെട്ട്. അണ്ണാ നമുക്ക് ടി വി ഉണ്ട് എല്ലാം ഉണ്ട്. നമുക്ക് സൈഡിൽ നിന്നൊക്കെ നീന്തി വരെ ഇങ്ങോട്ടേക്ക്. അവിടെ ഗ്യാഗോസ് ടി വി ഇല്ലാത്ത പോലെ നിനക്ക് ജീവി ഇല്ലല്ലോ. ഇത് നോക്കിയണ്ണ ഇവിടെ അണ്ണ നമുക്ക് വേണം ഇതേ മതി ഒരു ചിന്ന വീട്. സെറ്റപ്പ് ഞാൻ കേറിയായിരുന്നു. ഇവിടെ ഇരുന്ന കീച്ച സ്പോട്ട് സത്യല്ലേ. ഫോട്ടോ എടുക്കാം. കണ്ടു ഫോട്ടോ എടുക്കാം. പെണ്ണൊക്കെ സെറ്റാപ്പ് വരാ ഇങ്ങോട്ട്. ഞാൻ സിഗ്മയാണ്. ഞാനും സിഗ്മ. ബ്യൂട്ടിഫുൾ നീ പെണ്ണൻ പോടാ. അപ്പൊ ഇനി വരാൻ പറ്റില്ലെന്നാ. ഇതാണ് മറ്റു തോന്നുന്നുണ്ട് മറ്റേ അസാസിൻ ക്രീഡിൽ മറ്റേ ശരിയാ അങ്ങനെ ഒരു ഇതുണ്ട്. മൊത്തത്തിൽ കൊള്ളാം. അതിനകത്തിരിക്കാൻ പറ്റും ചാടിയിട്ട്. ഇല്ല ഇവിടുന്ന് ചാടാൻ പറ്റില്ല. ചാടത്തില്ല. ഒന്നുമില്ല മൊത്തത്തിൽ. ഇത് കൊള്ളാം. അല്ല അത് സൈഡ് കൂടെ ചാടല്ലോ. എന്തിനാ വില്ലു എവിടെ ഇരുന്ന് പോയാ നീ? ഇത് ഇതുവഴി താഴോട്ടിറങ്ങുന്നേ. ആഹാ എന്താടാ ഹരി? ഒന്നില്ല ഇതുവഴി ഞാനൊരു കാര്യം പറയാട്ടാ. കാറിലൂടെ കല്യാണ ദിവസം ഒരു ലോഡ് സ്പീഡ് ബോട്ടും ബാക്കി ഇതെല്ലാം ഈ കടലിൽ കാണും. ഇവിടെ എല്ലാം ആയിട്ടുണ്ടാവും കേട്ടാ. അവിടെ കർട്ടൻ ഇട്ടില്ലെങ്കിൽ ഇത് ഇവിടെ ആയിരിക്കും ഫുള്ള് വണ്ടി മറ്റേ മീൻ പിടിക്കാൻ വരുന്നത് പോലെ ഒരു ലോഡ് ബോട്ടും ലൈറ്റൊക്കെ ഇട്ട്. ഒരു സംശയമില്ല. കാർലോ ഞാനൊരു കാര്യം പറയാം. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചത് പറഞ്ഞതിരിക്ക്. കാരണം അവിടെ കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ അവിടെ കർട്ടൻ ഇടണം. അല്ലെങ്കിൽ ഈ കടല് മൊത്തം ബോട്ടും വെള്ളമായിരിക്കും. മനസ്സിലായ? ഒരു സംശയമില്ല. എല്ലാം നോക്കിയിരിക്കുക കേട്ടാ. കൊച്ചു ഇത് കൂളിംഗ് ഇടണം ക്ലാസ്. ശരിയാ ടിൻഡടിക്കണം. അതിന്റെ ഉള്ളിൽ CCTV വെച്ചാൽ മതിയോ? CCTV എല്ലാം കണ്ടിട്ട് CCTV അല്ലല്ല പുറത്തുനിന്ന് ആരെങ്കിലും നോക്കണ്ടോ നോക്കാൻ. അല്ലാതെ പിടിമേല ഉണ്ടാക്കും. ഞങ്ങൾ അണ്ണനും മൊരടനും സിഗ്മയാണ്. അത്രേ ഉള്ളൂടാമ്പോ. നമുക്ക് സ്പീഡിൽ ഓടിയാലോ? സ്പീഡിലോടാ അല്ലെങ്കിൽ ഇന്നൊന്നും എത്തൂല തോന്നുന്നത്. മാരത്തോൺ കൊള്ളാം. സ്പീഡ് അണ്ണാ നമ്മുടെ ഗാഗോസ് ഇങ്ങനെ സെറ്റപ്പ് ചെയ്യോ അണ്ണാ? എല്ലാവരും ചെയ്തുതരാം. ചെയ്യല്
അതേന്നല്ലേ വീണ്. അതാരുടെ പഴയ വണ്ടിയാ. ഇവിടെ ഈ ഒരു ഒറ്റ വണ്ടിയല്ലേ ഉള്ളു, വേറെ വണ്ടിയൊന്നും ഇല്ലല്ലോ. മാർബിള് രാജസ്ഥാന്റെ നല്ല ക്വാളിറ്റി. ലോഗോടൊക്കെ റിഫ്ലക്ഷൻ ക്വാളിറ്റി ഒക്കെ നോക്കി മേളിലാണ് ചോപ്പർ ഗാരേജ്. താഴെ കാണാടാ FPP ഇട്ടാ. ശരിയാടാ. FPP ഇട്ടാ കാണാം. FPP ഇട്ട താഴെ കാണാം. അല്ലേടാ. അയ്യോ അണ്ണാ, അണ്ണൻ പണിഞ്ഞാടി. ഞാൻ താഴെത്തി. നമ്മള് പോയത് അടുക്കള അതിൽ വീട്ടിലെ കാർലോ എന്തി കാർലോ അണ്ണാ മറ്റേ സാധനം നെക്കി വെക്കാട്ടാ. എന്താടാ സംസാരിക്കുന്നവര് മാത്രം അതെ ഒരാൾ ഇതാക്കാൻ നിക്കട. ഇത് അറിയുന്ന ഒരാള് ഗൈഡാൻ നോക്കും. കണ്ട് ഞാൻ കണ്ടായിരുന്നു. പറന്നു വരുന്നത് ഞാൻ കണ്ടായിരുന്നു. അയ്യോ വന്ന് തലേ തല്ലി വീഴുന്നു. നമസ്കാരം. ആദ്യത്തെ ചോര ഉണ്ടോ? അതെ ചോര ഉണ്ട് കേട്ടോ. നിന്റെ ചോര ഉണ്ടോ തുടങ്ങിയത്? ഇനി വെച്ചടി കേറ്റല്ലേ. പിന്നല്ലാതെ നീ വണ്ടി കയറി കഴിഞ്ഞാ എല്ലാം പോയി. ഇത് സിമ്പിൾ ആയിട്ടാ ചെയ്തേക്കുന്നത്. അല്ലേ മറ്റേ അവന്റെ സൗണ്ട് ആദ്യം കേട്ടപ്പോ സുനിമോന്റെ സൗണ്ട് പോലെ ഭയങ്കര സിമ്പിൾ ആയിട്ടാ ചെയ്തേക്കുന്നത് കഴിച്ചത്. വേറെ ഒന്നുമില്ല. നോർമൽ ഒരു ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയിൽ എല്ലാവർക്കും ലോഡാക്കാനൊക്കെ ഏറ്റവും എളുപ്പം ഇതാണ്. മനസ്സിലായോ? ഇതധികം മറ്റേ ലോഡ് പെട്ടെന്ന് നമുക്ക് ലോഡാവും. മനസ്സിലായോ? അധികം വലിയ ഇഷ്യൂസ് വരത്തില്ല ഇങ്ങനത്തെ പ്രോപ്പ് കൊണ്ടുവന്നു. സിമ്പിൾ ആയിട്ടാ ചെയ്തേക്കുന്നത്. ഇതാണ് നല്ലത്. ഒരു വീടും എല്ലാം ഉണ്ട്. മീറ്റിംഗ് റൂം സെറ്റ് കേട്ടാ. മീറ്റിംഗ് അല്ലേ, ഡൈനിങ് റൂമാ. മീറ്റിംഗ് റൂമല്ല, ഫുഡ്. ഞാൻ പറഞ്ഞ പുതിയ രീതിയിൽ മീറ്റിംഗ് റൂം അല്ല ചെയ്ത് വെച്ചിരിക്കുകയാണ്. മീറ്റിംഗ് റൂം വേറെ ഉണ്ട്. ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. ഇതിവിടെ ചായ ഒക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞേ. നമുക്ക് പിന്നെ നമുക്ക് മീറ്റിങ്ങിനും ഡൈനിങ്ങിനും എല്ലാം ഒറ്റ റൂമല്ലേ ഉള്ളൂ. നമുക്ക് 4 ഫർണിച്ചർ നമുക്കൊരു ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങനെ ഓറ പോയത്. അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല. മേൽക്കാണോ വെച്ച് ഇത്ര ഉള്ളു നമ്മുടെ മീറ്റിംഗ് റൂം. നമ്മുടെ ഫർണിച്ചർ, നമ്മുടെ ടി വി നിങ്ങള് വാങ്ങിച്ച അതേ കടന്ന് വാങ്ങിച്ചു. അതാ എനിക്ക് തോന്നി ആ ക്വാളിറ്റി ഉണ്ട് അതിന്. ഗെയിമിംഗ് ഇത് ചെറിയൊരു ഇവിടെ ഈ മുറിയിൽ ഞാൻ ഫോട്ടോ അതാ
ഈ ഗെയിമിൽ ചേർ കണ്ടപ്പോ എനിക്ക് ഇത്രയും മൈക്കല്ലേ മൈക്ക് ചാറ്റ് ഈ ചാറ്റിൽ ആരൊക്കെ ഉണ്ടോ നോക്കട്ടെ. ആ ചാറ്റിലുള്ളവരും അപ്പൊ ആർപ്പിക്കുന്ന ഭാഗമായി ബൂം വൈറ്റി മിസ്റ്റർ ജാഗു ദ സ്കൈ. നിങ്ങൾ വരെ വന്നടാ ഗ്യാഗോസില്. പറഞ്ഞ സമയത്തെ ഫോട്ടോ അല്ലേ ഇത്? അതെ അതെ അതാ ആ സമയത്ത് ആയതുകൊണ്ട് നന്നായി. നമ്മള് KVS TV സമയത്തുള്ള ചാറ്റ് ആയിരുന്നെങ്കിൽ കൊട്ടവാസു ചട്ടിവാസു ചാറ്റ് വരുന്നുണ്ട് അതിനകത്ത്. അയ്യോ ചാറ്റ് എന്താ പറയുന്നത് നോക്കട്ടെ. ഫസ്റ്റ് കമന്റ് ഇത് പണ്ട് അപ്പാപ്പ വരച്ച പടങ്ങളാണ് കേട്ടോ. അപ്പൊ കൂടുതൽ പെണ്ണുങ്ങളെ വരയ്ക്കുന്നത്. പ്രശ്നം കൊള്ളാടാ. ഇത് സിമ്പിൾ ആണ്. നമ്മളെ ഇങ്ങനത്തെ ഒരു സാധനം തന്നെ എക്സ്റ്റൻഷൻ ആണെങ്കിലും റൂം അതേപോലെ കൊണ്ടുവന്നോ അതിനകത്ത്. ഇത് കൊള്ളാട്ടാ. ഇവിടെ എന്തെങ്കിലും ബ്ലിങ്ക് ആവുന്നുണ്ടോ ഈ സാധനം? അല്ലേ ഇത് കൊള്ളാം. ഇത് കേട്ടോ ഇത് കുറച്ചുകൂടെ നീറ്റ് ആക്കിയടാ. കൊള്ളാം. സെയിം ആ സാധനം ഫോർസ് കാണും. എനിക്ക് അറിഞ്ഞുവിടാ. അവനെ വിളിച്ചില്ല ഗോകു ഇതുവരെ. എന്താ കക്കൂസോ? കക്കൂസ് ഉണ്ടല്ലോ. അപ്പൊ വീട് മറി വീട് അതല്ലത് വീട് മറി. എടാ ഇവിടെ എന്തൊക്കെയാ മാറിപ്പോകുന്നല്ലേ? അപ്പൊ റിപ്ലൈ ഒക്കെ നോക്കട്ടെ കേസ്. അവനുണ്ടെങ്കിൽ വരാം. ഞാൻ അവനെ കൊണ്ട് ഇപ്പൊ ലൈവ് ഇടിക്കാം കേസ്. ഗോകുവിനെ കൊണ്ട് ലൈവ് ഇടിക്കാം ഇപ്പൊ. അപ്പൊ എന്നിട്ട് നമ്മള് ഗ്യാങ്സ് കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഞാൻ ഗോകുവിന്റെ ലൈവിലോട്ട് ഹോസ്റ്റ് ചെയ്യാം. നിങ്ങൾ അങ്ങോട്ട് വാ. നമ്മള് കുറച്ചുനേരം ഉറക്കമില്ലാത്തവരൊക്കെ വാ. കുറച്ചുനേരം ഫോർസ് കളിച്ചിട്ടിരിക്കാം. എല്ലാവർക്കും കൂടെ ചില്ലായത് കിടക്കാച്ചിട്ടാണോ കൊച്ചിനെ? ഇവിടെ കുറച്ച് വെയിറ്റിംഗ് ആണ്. വരാം. എന്റെ അണ്ണ വൈറ്റ് വേടാ. എനിക്ക് ഒന്നും ഇടാൻ വയ്യടാ. ഗൈസ് എനിക്ക് ഇനി ഇതെല്ലാം ഊരി അപ്പുറത്ത് സെറ്റ് ചെയ്യണം. വയ്യടാ. ഗോകു ഉണ്ടാവും. ഇന്ന് ഗോകു ഉണ്ടാവും. ഞാൻ തിരിച്ചു വന്നിട്ടിടാം. കാർലോ എന്തായാലും താങ്ക് യു സോ മച്ച് കാർലോ. വണ്ടി കസ്റ്റം ഡ്രസ് തന്നതിന് താങ്ക് യു സോ മച്ച്. ഒരു മിനിറ്റ്. സൂര്യബോസേ അതാ ചോദിച്ചില്ല ഇന്ന് വരുമോ ഇല്ലല്ലേ? അതിനു വേണ്ടിയാണല്ലേ കൺഫേം ചെയ്തത്. ഓക്കെ ജോക്കി വരും വിചാരിച്ചില്ല. വരാതിരിക്കും വിചാരിച്ചില്ല. ജോക്കിക്ക് വയ്യ. ജോക്കിക്ക് ഒട്ടും വയ്യാന്ന് പറഞ്ഞതാ. ബാക്കിയാണോ? ഇനി ഇതിന് മുകളിലുണ്ടോ ഒരു ഫ്ലോറുടെ? അതിന് മേളിൽ പോകണം. എങ്ങോട്ടാ? സുനിമോന്റെ സൗണ്ട്. അതെ സുനിമോന്റെ അതേ സൗണ്ട്. മീറ്റിംഗ് റൂം വിഷയോടാ. എന്റെ അമ്മോ ഇതാണ് കൈസ്. ഇങ്ങനെ ഒരെണ്ണം നമുക്ക് വേണം കൈസ്. മീറ്റിംഗ് റൂം നമുക്ക് ഒരെണ്ണം വേണം കൈസ്. ഇങ്ങനെ ഇത് കിടുക്ക് സാധനം. ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണം എനിക്ക് കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹം കൈസ്. മീറ്റിംഗ് റൂം ഇതേപോലത്തെ ഒരെണ്ണം വേണം നമുക്ക്. നമ്മുടെ അവിടുത്തെ മീറ്റിംഗ് റൂമേ നിങ്ങൾ കണ്ടിട്ടില്ലേ? കിടിലല്ലേ ഈ മീറ്റിംഗ് റൂം? ലോജി മീറ്റിംഗ് റൂം തന്നെ നല്ലത് അല്ലടാ. നമുക്ക് ഇങ്ങനെ ഒരെണ്ണം പണിതിടണോടാ. നമുക്ക് നല്ല നമ്മുടെ മീറ്റിംഗ്സ് ഒക്കെ അവിടെ വെച്ച് നടത്താം. നമുക്ക് RP ഒക്കെ ചെയ്യാൻ ഒരു സ്പോട്ട് ആവും. മനസ്സിലായ? നമുക്ക് RP ഒക്കെ ചെയ്യാൻ ഒരു സ്പോട്ട് ആവും. എന്ന് വെച്ചാൽ നോക്ക് കണ്ട ഒരു ആംബിയൻസ് ഉണ്ട് ഇതിന്. കണ്ട കിട്ടില്ല. അപ്പൊ മീറ്റിംഗ് റൂം നമുക്ക് വേണം. അപ്പൊ ഇതുപോലെ ഒരെണ്ണം നമുക്ക് സെറ്റ് ആക്കാം. അതെ ആരെടാ? കൊച്ചിനെ റേഡിയോയിൽ കേൾക്കാവോ?
ഞാൻ അന്നേ പറഞ്ഞ എല്ലായിരുന്നു നമുക്കൊരു ഗ്യാങ് ഹൗസ് പണിയണ്ടേ എന്ന്. പണിയാൻ കൊടുത്ത് ഓൾറെഡി നടക്കുക. ആ വീട് വെച്ചിട്ട് ബാക്കി എല്ലാം അങ്ങ് മാറ്റിയാലോ? അതെ, വീട് വെച്ചിട്ട് ബാക്കിയെല്ലാം മാറ്റുക. അപ്പൊ പല്ലേലും നമ്മൾ താഴോട്ടുള്ള എക്സ്റ്റൻഷനും അതെല്ലാം മാറ്റുക. വേറെ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്താൽ മാത്രമേ സെറ്റ് ആക്കണം. ഇതേപോലെ നമുക്ക് മീറ്റിംഗ് റൂം ആയാലും ഇതിലൊരു നമുക്ക് മീറ്റിംഗ് റൂം ചേഞ്ച് കൊണ്ടുവന്നു. എങ്ങനെ അറിയോ? ഒന്നും പറയണ്ട. റൂമിന് പുറത്തോട്ടിറങ്ങ, ബാക്കി റൂമിന് പുറത്തോട്ടിറങ്ങേ. അവിടെ കസേര എനിക്ക് ഒന്നും കണ്ടുകൂടാ. എനിക്ക് ഒന്നും കണ്ടുകൂടാ. എല്ലാം ഞാൻ അവിടെ കാർലോ എവിടെ? കാർലോ എവിടെ കാരണം ടോർച്ചർ റൂം ഇല്ല. നമുക്കത് കാണാം. സ്പീഡാക്കി കാണാം. നമുക്ക് മെയിൻ ഇതിൽ വരുമ്പോ പോലെ കാണാം. അതൊന്നല്ലേ? ഇത് തിയേറ്റർ ഇല്ല പ്രൊജക്ടറാണോ സർവീസ് പറഞ്ഞു? പ്രൊജക്ടർ വരുന്നുണ്ടാവുന്നല്ലേ കൊച്ചിനെ? 1 ഇയർ എടുക്കുക. 0 ഡിലേ. നാളെ ഡേ ടൈമിൽ ഫോർസ് വരും ബ്രോ. ഞാൻ ഇന്നത്തെ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ എറണാകുളം പോകും ബ്രോ. ഞാൻ എറണാകുളം പോകും. ഇനി ഒരാഴ്ചത്തേക്ക് ഞാൻ എറണാകുളത്തായിരിക്കും. മനസ്സിലായ? എനിക്ക് കുറച്ച് ഷൂട്ടും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ എറണാകുളം ആയിരിക്കും. എറണാകുളത്ത് നിന്ന് ലൈവ് വരുള്ളൂ ഞാൻ. ആരും ഇല്ലടാ വണ്ടി ഓടിക്കാൻ. ഞാൻ ഒറ്റയ്ക്ക് പോണം. ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക്. വിനീത് എല്ലാരും അവിടെ. കണ്ണനില്ല, ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് പോണം. എനിക്ക് അതാണ് മടി. ഞാൻ വരച്ചേടാ. എന്താടാ ഞാൻ വരാതെ എത്ര പേരാടാ വരാൻ? താങ്ക് യു സോ മച്ച്. നിങ്ങൾ എത്ര പേരുടെ ഞാൻ എത്തി കൊണ്ടു ട്രക്കിലാ? നമുക്ക് ഇതും വേണം, ഒരു നല്ല ടോർച്ചർ റൂം. നല്ലൊരു ടോർച്ചർ റൂം. പ്രേതകം കളിക്കുന്ന സ്ഥലമാണല്ലേ ഇത്? മറ്റേ ഗോസ് ഗെയിം ടോർച്ച് അടിച്ച് രാത്രി. ഇതെന്തൊരു അങ്ങോട്ട് നേരെ പോയാലോ? ഇപ്പൊ ഇതെന്ത് മെയ്സാണോ? എല്ലാരും കൂടെ തകയില്ലേ? ഇത് മറ്റേ ലോക്കർ റൂം. ഇനി ഒരു ഷീൽഡ് മേടിക്കാൻ എത്ര ദൂരം പറഞ്ഞില്ലേ? പ്രകാശം ദിവ്യ വിളിച്ചോണത്. അതല്ലേ പറഞ്ഞേ, മുകളിൽ പാടില്ല, അടിയിലേ പാടുള്ളൂ. എന്തോടത് വെട്ടം? അറ്റത്തേക്ക് പോവാം, പക്ഷെ അവിടെ മാത്രമേ ഈ വഴി തന്നെ മുറിയില്ല. ഇവിടെ വേറെ ഒന്നും ഇല്ല. അങ്ങനെ പൊളിച്ചു കളിക്കാം. BGM യാസോട് കളിക്കാൻ. എടാ പോടാ, BGM ഒന്നും കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഇവിടെ റൈറ്റ് ആണോ? എടാ ഇത് പുറത്തുനിന്ന് വഴിയുണ്ടടാ? ഉണ്ടല്ലേ? ഇവിടെ 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 ഇവിടെ. ഹലോ മിസ്റ്റർ അമ്പത്തൂർ. കാലം മാറുവാഴോ? ഇതുണ്ടാ സെല്ലിനകത്താണ് കക്കൂസ്. തീ പിടിക്കും. അപ്പൊ കത്തിക്കാൻ ഇനി വേറൊന്നും വേണ്ട കേട്ടാ. സത്യം നേരെ അങ്ങോട്ടൊക്കെ നടത്തിപ്പിച്ചാ മതി അതിനകത്തൂടെ. അയ്യോ, ഞാൻ ആദ്യം വിചാരിച്ചത് കത്തൂല വിചാരിച്ചിട്ടോ, ചുമ്മാ ഗ്ലാസ് ആയി വിചാരിച്ചേ. കാർലോ 10 ലക്ഷം രൂപയുടെ ഫ്യൂൽ ക്യാൻ ലാഭമായല്ലോ. സത്യം സത്യം. MRC നമുക്ക് MRCയുടെ കാര്യം പറയാനുള്ള ഒരിതുണ്ട്.
ഇവര് രണ്ടുപേരും ഇപ്പോൾ രണ്ടുപേരും ഡൗൺ ആയതുകൊണ്ട് ഇത് ക്ലിപ്പായിട്ടൊക്കെ വരുമ്പോ ഈ പറയണത് പോലെ അവർക്ക് തിരിച്ച് പറയാനുള്ളത് അവർ സിറ്റുവേഷൻ എടുത്ത് ജയിച്ചതിന് ശേഷം സംസാരിക്കട്ടെ. ഈവൻ അവര് പോലും സിറ്റുവേഷൻ എടുത്ത് ജയിച്ചതിന് ശേഷം സംസാരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അവര് ഇതാക്കി സമയത്ത് നമുക്ക് മാസം അടിച്ചിട്ട് കാര്യമില്ല. പക്ഷേ കാർലോ, ആ കാർലോ ഞാനിപ്പോ അങ്ങോട്ട് ഇറങ്ങുവോ കാർലോ? ഇതേ കൂടെ ഇറങ്ങാം, ഇതേ കൂടെ നമുക്ക് ഇറങ്ങാം. പുറത്ത് കയറാം. ഓക്കെ ഓക്കെ. ഞാൻ അതിനു മുമ്പ് എന്തായാലും ഞങ്ങളെ വിളിച്ചത് ഞങ്ങളെ ഇതിനകത്ത് കൺസിഡർ അവന് വൈലിച്ചു കേട്ടാ. കാർലോ അറിയില്ല കാർലോ ഉണ്ട്. കാർലോ എന്തായാലും നമ്മളെ വിളിച്ചതിനും നമുക്ക് ഇങ്ങനെ ഒരു പരിഗണന തന്നതിന് ഒരുപാട് സന്തോഷം. ജോക്കി ഞാനിവിടെ എന്തായാലും ജോക്കി വരുന്ന സമയത്ത് ഞാൻ ജോക്കിയോട് ലേറ്റ് ആയി അറിയാം. കുഴപ്പമില്ല, നമുക്ക് മറ്റേ ഇത് കാണാം. ജോക്കി വന്നിട്ട് നേരെ പോലെ. ഓ എന്തായാലും താങ്ക് യു സോ മച്ച്. ഞാൻ ഒത്തിരി നേരമായതാ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി. ഓക്കെ ഓക്കെ കാർലോ, പുറത്ത് കാണാം. ഓക്കെ 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 ശരി. ഓക്കെ ഓക്കെ ശരി. അപ്പൊ ഓ എന്നെ പുറത്തോട്ടൊന്ന് വലിക്കോ? ഇറങ്ങണോ? കഴിഞ്ഞോ ഇവിടെ അകത്തെല്ലാം കഴിഞ്ഞോ? അല്ല ഹാക്കി ഞാൻ ചോദിക്കട്ടെ, ഹാക്കി മൊയില് വന്നോ? ഇതെന്താ ഇവിടെ?